കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. കാരണം അവർ താമസിക്കുന്ന കോളനികൾക്ക് ഇനി മുതൽ സങ്കേതം, കോളനി, ഊര് എന്നൊന്നും വിളിക്കാൻ പാടില്ല. മന്ത്രി രാധാകൃഷ്ണൻ പദവി വിടും മുമ്പ് എടുത്ത തീരുമാനമാണ്. പക്ഷേ എനിക്കിത് മനസ്സിലാവുന്നില്ല. അതിന് പകരം അവർ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇനി മുതൽ നഗർ ഉന്നതി പ്രകൃതി ചേർത്ത് വിളിക്കണം. പേര് മാറ്റിയാലും ഈ പേരിട്ടാലും അവർ താമസിക്കുന്ന സ്ഥലമാണെന്ന് അറിയത്തില്ലേ? ഇതെന്ത് ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം ഞാൻ താമസിക്കുന്ന ഒരു കോളനിയിലാണ്. അതിനൊരു പേരുണ്ട്. അത് എക്സ്ക്ലൂസീവായിട്ടൊരു ജാതിക്കുള്ള കോളനിയല്ല. എല്ലാ കണ്ടപത്രാദിയും അവിടെ താമസിക്കുന്നു. അതിൽ പട്ടികജാതിയുണ്ട്, പട്ടികപ്പെടാത്ത ജാതിയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിനും പേര് കോളനി എന്നാണ്. എന്ത് സംഭവിച്ചു എന്നാണ്. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ കോളനികളുടെ മാത്രം അവിടെ കോളനി എന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ടാവുക? ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കോളനിവൽക്കരണം നമ്മൾ ഒരിക്കൽ ബ്രിട്ടീഷ് കോളനിയായിരുന്നു. ആ അർത്ഥത്തിലാണ് അതൊരു അപകർഷബോധം ഉണ്ടാക്കുന്നു. അതൊരു അങ്ങനെയൊന്നുമല്ല. അപകർഷബോധം നേരത്തെ മുതൽ നമുക്കുള്ളതാണ് സായിപ്പിനോട്. ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണ ചായക്കടയിൽ ഒരു സായിപ്പും സുനിലും കൂടെ കയറി ചെന്ന് ചായ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ചായ സായിപ്പിന് കൊടുക്കും, അല്ലേ? ഒന്നുകിൽ കടക്കാരൻ കൊടുക്കും, അല്ലെങ്കിൽ സുനിൽ കൊടുപ്പിക്കും. കാരണം സായിപ്പാണ്. അത് ഗസ്റ്റ് ആയതുകൊണ്ടാണ്. ഗസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല, സായിപ്പ് ആയതുകൊണ്ടാണ്. വേറൊരു ഗസ്റ്റിന് കൊടുത്തു നോക്കി അയാൾ രണ്ടാമതല്ലേ വന്ന് എനിക്കല്ലേ ചായ തരേണ്ടതെന്ന് ചോദിച്ച് തർക്കം ഉണ്ടാവും. സായിപ്പിൻ്റെ കാര്യത്തിൽ അതുണ്ടാവില്ല. അപ്പോൾ ഈ അപകർഷബോധം സായിപ്പിന് മുമ്പിൽ നമുക്കുണ്ട്. അത് ഉണ്ടാക്കുന്നതിൽ വലിയൊരു പങ്ക് CPM വഹിച്ചിട്ടുണ്ട്. CPM-നും ഇപ്പോൾ വലുത് സായിപ്പല്ലേ, അല്ലാതെ മലയാളിയൊന്നും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. കോളനി എന്നുള്ള വാക്ക് അപകർഷബോധം ഉണ്ടാക്കുന്നില്ല. കോളനി എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ കോളനി. പക്ഷേ TG, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ നാട്ടിൻപുറത്തൊക്കെ കണ്ടുണ്ട് അംബേദ്കർ കോളനി, പട്ടികജാതി കോളനി എന്നൊക്കെ പറഞ്ഞ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കുറേ വീട് വെച്ചിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്ത് സർക്കാർ തന്നെ ഒരു മഞ്ഞ ബോർഡ് ഒക്കെ വെക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ലക്ഷം വീട് കോളനി. MN ഗോവിന്ദൻ ആദ്യം തുടങ്ങിയ പരിപാടിയാണ് ലക്ഷം. പക്ഷേ അവിടെ മിക്സ് ആയിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ പിന്നീടാണ് ഈ ഏർപ്പാട് തുടങ്ങിയത്. എക്സ്ക്ലൂസീവ്ലി ഇവർക്ക് വേണ്ടിയിട്ട് സ്ഥലമെടുക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് വീട് വയ്ക്കുന്നു, അവരവിടെ താമസിക്കുന്നു. അതിന് അംബേദ്കർ കോളനി എന്ന് പേരിടുന്നു. അതുകൊണ്ട് എന്താ? അല്ല, അംബേദ്കർ ഹരിജൻ കോളനി എന്ന് പോലും ഇട്ടിരുന്നു. ഹരിജൻ കോളനി എന്ന് ഇടുന്നു. അതുകൊണ്ട് എന്താ? കോളനിക്ക് മലയാളത്തിൽ സാമാന്യമായ അർത്ഥം റെസിഡൻഷ്യൽ ഏരിയ എന്നാണ്. അങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അതിൽ ഒരു അപകർഷബോധവും ഇല്ല. കോളനി മാറ്റി വയ്ക്ക് ഇങ്ങേര് നിരോധിച്ച് വേറെ 2 പേരുണ്ടല്ലോ, ഊര്. ഊരെന്തിനാണ് നിരോധിച്ചത്? ആദിവാസി ഊര് മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തിനാണ് ഊര്. ഇപ്പോൾ എറണാകുളത്തെ കലൂരിന് ഇപ്പോൾ എന്ത് പേരിടും മാറ്റിയിട്ട്? അരൂരിന് എന്ത് പേരിടും? ഗൗരിയമ്മയുടെ സ്ഥലമുണ്ട് അരൂര്, അത് ഊരാണ്. എറണാകുളത്ത് കലൂര് ഊരാണ്. എത്ര ഊരുണ്ട് കേരളത്തിൽ? ഇതിൻ്റെയൊക്കെ പേര് മാറ്റാൻ പോവുക. ഇതിൽ നിന്ന് എന്താ വർഷബോധം ഉണ്ടായത് ഊരിന്? പോട്ടെ, സങ്കേതം ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. ക്ഷേത്ര സങ്കേതം എന്നാണ് പറയുന്നത്. ക്ഷേത്രവും അതിന് ചുറ്റുപാടുമുള്ള രഥവീതി, ബിൽഡിങ്സ് അതെല്ലാം ചേർത്ത് ക്ഷേത്ര സങ്കേതം. സങ്കേതത്തിൻ്റെ ടെക്നിക്കൽ അർത്ഥമുണ്ടല്ലോ. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 4-5 ഗ്രാമങ്ങൾ, ഇതിനെയും സങ്കേതം എന്ന് പറയും. ഇപ്പം ഗുരുവായൂരപ്പൻ്റെ സങ്കേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ, മമ്മിയൂർ, കണ്ടാണിശ്ശേരി, പിന്നെ 2 വില്ലേജസ് കൂടെയുണ്ട്. ഈ 5 വില്ലേജുകൾ ചേർന്നാണ് ഗുരുവായൂർ സങ്കേതം. ഈ സങ്കേതം ഇദ്ദേഹം നിരോധിക്കുന്നത് എന്തിനാ? എനിക്ക് അതിലെന്താ? അത് സത്യത്തിൽ ഒരു അഭിമാനം തരുന്ന പേര് കൂടെയാണ്. അതെ, ഞാൻ ഇന്ന സങ്കേതത്തിൽ നിന്നാണ് വരുന്നത്, ചോറ്റാനിക്കര സങ്കേതം എന്ന് പറയുമ്പോൾ തന്നെ ഇവൻ ചോറ്റാനിക്കരയുടെ അമ്മയുടെ ആളാണ് എന്നൊരു ധ്വനി അതിൽ വരുന്നത്. ഞാൻ ആരെന്നറിയാം, നിസ്സാര സങ്കേതത്തിൽ നിന്നല്ല എൻ്റെ വരവ്. പക്ഷേ മന്ത്രി ഓർത്തിരിക്കുന്ന കൊള്ള സങ്കേതം എന്നായിരിക്കും. അതിനും സങ്കേതം എന്ന് പറയും. അവർ കൂടിച്ചേർന്നിരിക്കുന്ന അതിനും സങ്കേതം എന്ന് പറയും. പക്ഷേ ഈ വാക്കുകൾക്കൊക്കെ അയിത്തം കൽപ്പിക്കേണ്ട കാര്യം എന്താ? പ്രത്യേകിച്ച് ഊരിനും സങ്കേതത്തിനും. കോളനിക്ക് ഒരു തൊടുന്യായമെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഊരിനും സങ്കേതത്തിനും ഒരു ന്യായവും പറഞ്ഞിട്ടില്ല. TV-യിൽ പറഞ്ഞ് ഞാൻ കണ്ടില്ല. ഇനി അതിൽ ഉത്തരവിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നറിയില്ല. ഊര് ഇല്ലാതെയാക്കുന്നത്
മനുഷ്യജീവിതം ഇല്ലാതെയാക്കുന്ന പോലെയാണ്. അതെ അതെ. ഊരും വാരി പിടിച്ചുകൊണ്ട് ഓടി എന്ന് പറയുന്നത് പ്രാണൻ, ആ ഒരു അർത്ഥവും കൂടെ ഊരിനുണ്ട്. അങ്ങനെ മനുഷ്യർ താമസിക്കുന്ന ലൈവായിട്ടുള്ള തുടിക്കുന്ന മനുഷ്യജീവിതത്തിൻ്റെ സ്ഥലങ്ങളാണ് ഊര്. അത് കേൾക്കാൻ തന്നെ എന്തൊരു സുഖമാണ്. അതെ അതെ. അപ്പോൾ ഇതൊക്കെ എടുത്ത് എന്നിട്ട് അതെന്തോ മഹാകാര്യം പോലെ പോകുന്ന പോക്കിന് പുള്ളി ഏറ്റവും അവസാനം ഇട്ട ഉത്തരവ്. ദേശാഭിമാനിയുടെ വാർത്ത കേട്ടില്ലേ? ആ, വെണ്ടയ്ക്ക മത്തങ്ങ കോളനി വിളി വേണ്ട. അത് മാത്രമല്ല, ഇനി നഗറും ഉന്നതിയും പ്രകൃതിയും. ഈ നഗർ എന്നുള്ള വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവർ വലിയ ഹിന്ദി വിരുദ്ധരാണല്ലോ. നഗർ കയറി വരുന്നുണ്ടോ? നഗർ ഹിന്ദി വാക്കാണ്. അതെ അതെ. എങ്ങനെ അത് മലയാളത്തിൽ വന്നു? അപ്പോൾ നമ്മുടെ യൂസേജ് ഉണ്ട്. ഇതുപോലെയാണ് ഹിന്ദി കയറി വരുന്നതെന്ന് ഓർക്കണം. ഹിന്ദി എന്ന് പറയുമ്പോൾ വലിയ വിറയ്ക്കുന്ന ആൾക്കാർ ഹിന്ദി പ്രതിഷേധത്തിന് അവർ ഉപയോഗിക്കുന്നത് അംബേദ്കർ നഗർ ആണ്. അതിനകത്തൊരു ഹിന്ദി വന്നു, അതവരറിയുന്നില്ല. ഏതായാലും നഗർ വന്നു. എന്താ ഈ ഉന്നതി? എനിക്ക് മനസ്സിലായില്ല. ഈ ഒരു സ്ഥലത്തിന് ഉന്നതി എന്ന് പേര് കൊടുക്കാൻ തീരുമാനിച്ചാൽ കൊടുക്കാം. ഇപ്പോൾ ഒരാളിന് പേരിടാം, അയാളുടെ പേരെന്താ? ഉന്നതി. നമ്മൾ എന്തു ചെയ്യും? ഒരു ഉന്നതി എന്ന് പറയുന്നത് പുരോഗതി എന്ന് പറയുന്നത് ഉയർച്ച. അതാണ് ഉയരം കൂടിയതിനുള്ള സങ്കല്പമാണല്ലോ. ഉയരമല്ല, ഉയരം എന്ന് പറഞ്ഞാൽ ഫിസിക്കലാണ്. ഒരു ഉന്നതി, പുരോഗതി, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഉന്നതി, പുരോഗതി, ഉന്നതമായ മൂല്യം എന്നൊക്കെ പറയുന്ന പോലെ അതാണ് ഉന്നതി. ഇത് ഒരു സ്ഥലത്തിന് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന് ഉന്നതി എന്ന് പേര് കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രകൃതി. അതെനിക്ക് ഒട്ടും മനസ്സിലായില്ല. എല്ലാം പ്രകൃതിയുടെ ഭാഗമല്ലേ? അംബേദ്കർ പ്രകൃതി എങ്ങനെയുണ്ട്? പട്ടം താണുള്ള പ്രകൃതി. പക്ഷേ ടി ജി, എൻ്റെ സംശയം, ഇപ്പോൾ പുള്ളി മന്ത്രി പറയുന്ന ഈ പേരുകളൊക്കെ പട്ടികജാതി കോളനികൾക്ക് ഇടുന്ന പേരാണ്. അത് സങ്കേതം, കോളനി, ഊര് നമുക്ക് മനസ്സിലായിട്ടില്ല, സങ്കല്പിക്കാം. പുള്ളി പറഞ്ഞ് സമ്മതിച്ചു കൊടുത്ത് അതിന് മാറ്റിയിട്ട് ഈ പേരിടുമ്പോഴും ആളുകൾക്ക് മനസ്സിലാകത്തില്ല ഇത് അത് തന്നെയാണെന്ന്. അല്ല, അത് മനസ്സിലാവാതിരിക്കാനല്ല പുള്ളി പറയുന്നത്. പിന്നെ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൻ്റെ അവർ താമസിക്കുന്ന സ്ഥലമാണ് എന്ന് മനസ്സിലാകുന്നതിൽ രാധാകൃഷ്ണൻ വിഷമമില്ല. കോളനി എന്നുള്ള വാക്ക് അത് പ്രയാസം ഉണ്ടാക്കുന്നു, അത് മാറ്റണം എന്നാണ്. അപ്പോൾ പിന്നെ അല്ലാതെ മറ്റേ ഐഡൻറ്റിറ്റി മാറ്റണം എന്ന് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ പിന്നെ ഊരോ എല്ലാം ഈ ചെയ്തവരുടെ മനസ്സിലെല്ലാം ഈ ആദിവാസി ഊര് എന്ന് പറയുമല്ലോ. അപ്പോൾ ഊര് ഒരു മോശം വാക്കാണ്, അതെടുത്ത് കളയാം. ഇവർ ഈ കലൂരിൻ്റെ അരൂരിൻ്റെ കാര്യമൊന്നും ഇവർ ഓർക്കുന്നില്ല. കാരണം ഒരു കണ്ണ് കെട്ടി നമ്മളൊരു ദിശയിൽ ഇതിനെ അങ്ങോട്ട് നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് നശിക്കുമല്ലോ എന്നൊന്നും ആർക്കും ഇതില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നാളെ നമ്മുടെ പനമ്പള്ളി നഗറിൻ്റെ പേര് പനമ്പള്ളി പ്രകൃതി എന്നായിട്ട് മാറമ്പള്ളി പ്രകൃതി അല്ലേ? എന്നുവെച്ചാൽ ഏകദേശം പനമ്പള്ളിയുടെ പ്രകൃതിയുള്ള സ്വഭാവമുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. പനമ്പള്ളി പ്രകൃതി, ഗിരിപ്രകൃതി. ഞാൻ ഗാന്ധി പ്രകൃതിയാണ്. ഗാന്ധി പ്രകൃതി. സുനിൽ കണ്ടാൽ തന്നെ അറിയാം. ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാം ഗാന്ധി, ഈ ക്രിസ്തു കഴിഞ്ഞാൽ അന്തി ക്രിസ്തു ഉണ്ട്. അതുപോലെ അന്തി ഗാന്ധിയായിട്ട് നല്ല നമ്മുടെ നാട്ടിൽ കിടന്നു പൊറുക്കാൻ നിവൃത്തിയില്ലാതെ. അല്ലേ ഈ അടിസ്ഥാന പ്രശ്നം ഇപ്പോൾ ആദിവാസി കോളനി അല്ലെ പട്ടികവർഗ കോളനി ഇന്നിപ്പോൾ ഒരു അവർക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ആ പ്രകൃതിയും ഉന്നതിയും തേങ്ങാക്കൊലയും പറയുന്നു. ആ കാശ് കൊടുക്കാൻ ചില്ലറ കാശല്ലേ ഉള്ളൂ, ചായ കുടിക്കാൻ തികയാത്ത കാശാണ്. അതുപോലും കൊടുത്തില്ല. എന്നിട്ട് അവരുടെ ഉന്നതാധികാര സമിതി ഇപ്പോൾ കണ്ടുപിടിക്കുന്നു. ഇതിൻ്റെയൊക്കെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. സംസ്ഥാന സമിതി രാവിലെ അതേ ആൾക്കാർ ഉച്ചയ്ക്കിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ബാക്കി കുറേ പേര് പോയിട്ട് ബാക്കിയുള്ളവർ ഇരുന്ന് കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ. ഈ സാധനം എന്തോ കൂടിയിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ പെൻഷൻ കൊടുക്കാതിനെ തുടർന്ന് ജനങ്ങൾക്ക് രോഷമുണ്ടായെന്നും ഭരണവിരുദ്ധ വികാരം അലയടിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കീഴ്ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ. ഇനി ഇതിനെന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ ഇപ്പോൾ വീണ്ടും അവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മലമറിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നിയമസഭയിൽ നടക്കുന്നു. എന്തിന് 1600 രൂപ കൊടുക്കണോ വേണ്ടോ എന്ന് ആലോചിക്കാൻ. ഇത്രയേ ഉള്ളൂ. ഈ സാധനം നാട്ടുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊരു 10 പേർക്ക് പെൻഷൻ കൊടുക്കാമോ പിരിവെടുത്തിട്ട്, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാർ കൊടുത്തേനെ. ഇങ്ങനെ കാശില്ല എന്നും പറയുന്നു. തൊട്ടതിന് ഇങ്ങനെ സിംഗപ്പൂരും ഷാർജയിലും ദുബായിലും കുവൈറ്റിലായിട്ട് പോകുന്നു. വീണാ ജോർജിന് പോകാൻ സമ്മതിച്ചില്ല, അത് കുറ്റമാണെന്ന് പറയുന്നു. ഇതിന് കാശ് ചിലവില്ലേ?
ഞാൻ പറഞ്ഞു വീണ ജോർജ് ഇവിടെ ഇപ്പോൾ എവിടെയായിരുന്നു തീപിടി കുവൈറ്റ്. അവർ കുവൈറ്റിൽ പോയി വരാനായിട്ട് രൂപ എത്ര ചിലവാണ്? ആ കാശ് ആ മരിച്ച ആളിൻ്റെ വീട്ടുകാർക്ക് ധനസഹായമായിട്ട് കൊടുത്താൽ അതല്ലേ ഒരു പുണ്യകർമ്മം? ഇവരവിടെ ചെയ്യുന്ന ഇവരെന്തായി എംബാം ചെയ്യുന്ന വിദഗ്ധയാണോ വീണ ജോർജ്? എന്തിനാ അവരവിടെ ഓടിപ്പോയി? ഇങ്ങനെ അനാവശ്യമായിട്ട് കാശ് മുടക്കിയിട്ട് കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെ നാട്ടുകാരെ വഴിയാധാരമാക്കിയിട്ട് ഇവർ മീറ്റിംഗ് കൂടുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാ ഇന്നും കൂടെ ഹൈക്കോടതിയുടെ വിധി, അത് ഇന്നലെ പറഞ്ഞതായിരിക്കും, ഇന്നാണ് പത്രത്തിൽ വന്നത്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞു, ആ സഹകരണ ബാങ്കിൽ കാശ് കൊടുക്കടോ, വർഷം ഒന്നായല്ലോ, മോശമാണ് ഇത്. നിങ്ങൾ ഈ ബാങ്കിലെ ആൾക്കാർക്ക് വിശ്വാസം ഇല്ലാതെയാകും. ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തോ വലിയ വിശ്വാസമുണ്ടെന്ന് തോന്നിയിട്ട് അത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അറിഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് പണ്ടേ ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഈ കരുവന്നൂർ, കണ്ടല, മഞ്ഞപ്ര, മയിലക്കാട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് ബാങ്കല്ലേ ഇതിൻ്റെ വിശ്വാസ്യത കുറയും. മാത്രമല്ല RBI ഓടി നടന്ന് പറയുന്നുണ്ട്, പരസ്യം ചെയ്തുകൊണ്ട് ഇത് ബാങ്ക് അല്ലെന്ന്. ഇതിൽ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കൊരു പേടിയുണ്ട്. സഹകരണ ബാങ്കിലെ പ്രധാന നിക്ഷേപം എന്താ? നമ്മൾ വസ്തു വയ്ക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ച് കാണിക്കും. ആധാരത്തിലുള്ള ഇത് ചെക്കായിട്ടോ DD ആയിട്ടോ മേടിക്കും, ബാക്കി ബ്ലാക്കിൽ മേടിക്കും. വലിയ കാശൊന്നും ഉണ്ടാവില്ല, 10-20,000 രൂപയേ ഉണ്ടാവുള്ളൂ. അതൊന്നും വലിയ ബ്ലാക്ക് മണിയൊന്നുമല്ല. ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ സഹകരണ ബാങ്കിലിടും. മറ്റേ ബാങ്കിലിട്ടാൽ ഇൻകം ടാക്സുകാർ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പണ്ടാരത്തിൻ്റെ ഇൻകം ടാക്സ് നിങ്ങൾ കൊടുത്താലേ 1200 രൂപയെ മറ്റേ വരുന്നുള്ളൂ. അതങ്ങ് കൊടുത്ത് തുലച്ച് കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവും. അത് ചെയ്യില്ല നമ്മൾ കൊണ്ടുപോയിട്ട് ഇത് സഹകരണ ബാങ്കിലിടും. ഇപ്പോൾ സഹകരണ ബാങ്കിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് പോയാൽ സഹകരണ ബാങ്കിൽ ഈ കാശ് വന്നതെങ്ങനെയാണെന്ന് ഇൻകം ടാക്സുകാർ ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട് പിന്നെയും മിണ്ടാതിരിക്കുകയാണ്. എടാ, ഈ ഇൻകം ടാക്സുകാരുടെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി കൊടുക്കുക. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ഭൂമി വിറ്റപ്പോൾ ഇച്ചിരി കാശ് ബ്ലാക്കിൽ മേടിച്ച് അവിടെ ഇട്ടതാണ്. അതാണ് കാരണം. ഇത് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് നോട്ട് പിൻവലിക്കാൻ നേരത്ത് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ചരിത്രപരമായ പല കാരണങ്ങളാലും നമ്മുടെ കയ്യിൽ അല്പം കള്ളപ്പണം വന്ന് കാണും, പരിഭ്രമിക്കേണ്ട. നമ്മളൊക്കെ ഭാരതീയരാണ്. ചില അക്സെപ്റ്റഡ് സാധനങ്ങൾ നിയമവിരുദ്ധമാണെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മളത് ചെയ്യും. ഇത് പ്രധാനമന്ത്രിക്ക് അറിയാം. പുള്ളി പറഞ്ഞു അത് മാപ്പാക്കാൻ ഞാൻ ഇൻകം ടാക്സുകാരോട് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കാര്യമാക്കരുത്. ഇപ്പോൾ 20 വർഷം മുമ്പ് സുനിൽ വസ്തു വിറ്റു, അതിൽ 10,000 രൂപ ബ്ലാക്ക് മണി കിട്ടി, അത് മഞ്ഞപ്ര സർവീസ് ബാങ്കിലിട്ടു. ഇപ്പോൾ അത് കാണുന്നില്ല, അത് ചോദിക്കാൻ അത് നഷ്ടപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ പൊന്നി ചേട്ടാ, 20 വർഷം മുമ്പ് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്തത്, നാട്ടുകാരൊക്കെ ചെയ്തു, ഞാനും ചെയ്തു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുക, നിങ്ങളുടെ ക്ലെയിം വയ്ക്കുക, അല്ലെങ്കിൽ അതും കൂടെ കിട്ടില്ല. ഈ അവസ്ഥയിൽ നിൽക്കുകയാണ് സഹകരണ ബാങ്ക്. അപ്പോഴാണ് ഇവിടെ കൂട്ടിയിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അല്ല, അതെല്ലാം തീർന്നു. ഇപ്പോൾ കോളനി എന്നുള്ള പേര് മാറ്റിയല്ലോ. ഇത് ചെയ്തോടെ അവരുടെ പ്രശ്നം മാറി. പട്ടികജാതി പട്ടികവർഗ ഹരിജന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ മാറി. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു വിഷ്വൽ കണ്ടു. ആദിവാസി കോളനിയാണ്. കുടിവെള്ളത്തിന് 400 മീറ്റർ 500 മീറ്റർ മല കയറി ഇറങ്ങിപ്പോകണം. ആ പാവങ്ങൾ ഈ ടർപ്പാളിൻ 4 കമ്പ് കുത്തി വെച്ചിട്ട് അതിൽ വീഴുന്ന വെള്ളം എടുത്താൽ കുടിക്കുന്നത്. പേര് മാറ്റിയതോടെ ആ പ്രശ്നം തീർന്നു. അതൊക്കെ സംഭവിക്കും. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് ഉണ്ടാകുന്നതുകൊണ്ട് തിരുവനന്തപുരത്തെ കിണറുകളെല്ലാം മൂടണം. കോർപ്പറേഷൻ പരിധിയിൽ ഒരുപാട് പേര് കിണർ മൂടി, ഒരുപാട് പേര് മൂടി. എന്നിട്ട് പറഞ്ഞു അരുവിക്കരയിൽ നിന്ന് ശുദ്ധജലം പൈപ്പ് വഴി എല്ലാവർക്കും എത്തിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അരുവിക്കരയിൽ നിന്ന് എത്തിച്ചു. പക്ഷേ ഈ എത്തിച്ച് പിന്നെയും ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അതനുസരിച്ചുള്ള പ്ലാനിങ്ങോ സംഗതിയോ ഉണ്ടായില്ല. തിരുവനന്തപുരത്ത് ശുദ്ധജലക്ഷാമമായി. മൂടിപ്പോയ കിണർ പിന്നെ തുറക്കാൻ പറ്റുമോ? അതിൻ്റെ പുറത്ത് വീട് വെച്ച് പോയില്ലേ. വീട് വെച്ച് ആൾക്കാരിങ്ങനെ പോയി. ഇതുപോലെ ഈ കോളനി വയ്ക്കുമ്പോൾ ഇവർക്ക് വെള്ളം എങ്ങനെ എത്തിക്കും എന്ന് ആരും ചിന്തിക്കാറില്ല. വെള്ളം അടുത്തുണ്ടോ എന്ന് ചിന്തിക്കാറില്ല. മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതം സെറ്റിൽമെൻറ്റ് തുടങ്ങുന്നത് നദിക്കരയിലാണ്. എന്തുകൊണ്ടാണ്? വെള്ളമുള്ളതുകൊണ്ടാണ്. എല്ലാ ഭാരതത്തിലെ ഈ എല്ലാ സിറ്റിയും എടുത്ത് നോക്കിക്കോ, അതിൻ്റെ നടുക്കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അകത്തേക്ക് അങ്ങ് പോകും പല സ്ഥലത്തേക്കായിട്ട്. ബട്ട് ബേസിക് ഡെവലപ്മെൻറ്റ് വെള്ളമുള്ള സ്ഥലത്താണ്. ഇത് ഒരു സ്ഥലത്തങ്ങ് കോളനി പണിയും, പിന്നെ വെള്ളം അങ്ങോട്ട് എത്തിക്കാനുള്ളത്. വെള്ളമുള്ള സ്ഥലത്ത് കോളനി പണിയണ്ടേ? അത് ചെയ്യില്ല. വെള്ളമുള്ള സ്ഥലം കിട്ടാനില്ല എന്നൊക്കെ പറയും. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് ഇത് മലമുകളിലോ ഏതെങ്കിലും ഏടാകൂടത്തിലോ ഇവരെ കൊണ്ടുപോയി താമസിപ്പിക്കുകയുള്ളൂ.
പിന്നെ അവിടെ വെള്ളമില്ല, അങ്ങോട്ട് റോഡില്ല, വൈദ്യുതിയില്ല, ഒരു ചുക്കുമില്ല. ഇവരെ പറിച്ച് നടുകയും ചെയ്തു. അവർ വഴിയാധാരമായി പോകും. അങ്ങനെ വംശനാശം വന്നു പോവുകയാണ് നമ്മളുടെ വനവാസികൾ. ഇപ്പം തന്നെ ജനസംഖ്യയിൽ 1% താഴെയേ അവരുള്ളൂ. മരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ നേരത്തെ മരിക്കും അവർ. എന്തിന്? അവർക്ക് റേഷൻ എത്തിച്ചു. ആരായിരുന്നു റവന്യൂ മന്ത്രി? അടൂർ പ്രകാശായിരുന്നു തോന്നുന്നു. റേഷൻ എത്തിച്ചു കഴിഞ്ഞിട്ടും അവിടെ പട്ടിണി മാറുന്നില്ല. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ തഹസിൽദാരെയും ടീമിനെയും കൂടെ അവിടെ നിയോഗിച്ചു. അങ്ങേരുടെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇവർ അരി തിന്നാറില്ല. ബജറ, മറ്റേ ചോളം, ഇതുപോലത്തെ സാധനമാണ് അവരുടെ സ്റ്റേപ്പിൾ ഫുഡ്. അതാണ്. നമ്മുടെ കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അവരരി കഴിക്കാറില്ല. നമ്മൾ ചോളം തിന്നുന്ന പോലെയാണ് അവർക്ക് അരി. വല്ലപ്പോഴും വറുത്ത് കുറച്ച് തിന്നും. ഇത് തന്നെ. അതാണ് അവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പോപ്കോണൊക്കെ നമ്മൾ തിന്നാറില്ല. സിനിമ കാണാൻ പോകുമ്പോൾ 4 എണ്ണം തിന്നും. ഇതുപോലെയാണ് അവർക്ക് അരി. അവരുടെ സ്റ്റേപ്പിൾ ഫുഡ് വേറെയാണ്. അത് കിട്ടുന്നില്ല, അവർ പട്ടിണിയാകുന്നു. നമ്മൾ ചോളം തിന്ന് എത്ര ദിവസം കഴിയും? ഇതുപോലെ അവർക്ക് അരി തിന്ന് കഴിയാൻ പറ്റുന്നില്ല. അവർക്ക് എന്ത് ചെയ്യണമെന്ന് പറയും? എവിടെ പോകാനാണ്? അവർക്ക് കിട്ടാനുള്ള ഭക്ഷണം എവിടെ നിന്ന് കിട്ടും? ഒടുവിൽ ഇത് കൊടുക്കാൻ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന നരാധമൻ, അയാൾ ഇതിനൊരു പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അയാൾക്കറിയാം ഭാരതത്തിലെ ഭക്ഷണ വൈവിധ്യം. ഇവർ പറയുമല്ലോ ഭക്ഷണ സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇത് ഉണ്ട് എന്ന് അംഗീകരിച്ച ഒരേ ഒരു കാരണവർ അങ്ങേരാണ്. അങ്ങേര് റേഷനിൽ പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അരി കഴിക്കാൻ വയ്യാത്തവർ, അല്ലെങ്കിൽ കഴിക്കാത്തവർ, ഗോതമ്പ് കഴിക്കാത്തവർ, പ്രകൃത്യ കഴിക്കാത്തവർ, ഈ ബജറ, ചോളം ഇതുപോലെ കഴിക്കുന്നവർ, അവർക്ക് അത് കൊടുക്കണം. അതെത്ര ക്വാണ്ടിറ്റി വേണം എന്ന് കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അതും ഒരു വാഗണിൽ കയറി വരും. ഒറ്റ വാഗൺ ഈ ബജറ വന്നാൽ മതി, ഇവരുടെ ആവശ്യത്തിനുള്ളതാകും, 1 മാസത്തേക്കുള്ളതാകും. ഇത് കയറ്റിവിടാനുള്ള പ്രൊവിഷൻ സംഗതിയൊക്കെ ആ കാർന്നൂർ ചെയ്തു. പക്ഷേ കാർന്നൂർ നരോധമൻ, ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കാർന്നൂരുടെ കാല് പിടിച്ചിട്ട് ഇവിടുന്ന് മെസ്സേജ് പോയി, ഇവർക്കുള്ളത് വേറെ കിട്ടണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഉണ്ടല്ലോ, നിങ്ങൾ ചോദിച്ചില്ല, തന്നില്ല, ദേ കയറ്റി വിടുന്നു എന്ന് പറഞ്ഞു. ഒരാഴ്ചക്കകം പ്രശ്നം സോൾവായി. പുറത്ത് പറയാതെ അങ്ങ് വെച്ചു. കാർന്നൂരാണ്, അങ്ങനെ കാർന്നൂർ ഷൈൻ ചെയ്യേണ്ട. ഈ പ്രശ്നം തന്നെ പുറത്ത് വരുന്നില്ല. ഇവർക്കാർക്കും തന്നെ ഇപ്പോഴും മലയാളികൾ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നിവർക്കറിയില്ല. ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, മറന്നുപോയി. ഇപ്പോൾ 60കളിൽ, ഒരു 70കളിൽ വരെ പിണറായി വിജയൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഗ്രാമപ്രദേശത്ത് ജീവിക്കുകയും ചെരുപ്പിടാതെ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യൻ. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ, കൊലപാതകം, സംഗതിയൊക്കെ ഉണ്ട്, എന്നാലും മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. അതിനുശേഷം ലക്ഷറിയുടെ ലോകത്തേക്ക് പോയി. പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് മറക്കും. ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഡൽഹിയിൽ പോയിട്ട് 10 ദിവസം നിന്ന് നോക്കുക, മലയാളം ചാനലും കാണാതിരിക്കുക, യു വിൽ ഫോർഗെറ്റ് കേരള. ഡൽഹിക്കാരനായിട്ട് മാറും. ഒരു മായാലോകമാണല്ലോ അത്. അങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ മണ്ണുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നത്. കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ദേ വിൽ നോട്ട്. അതോടെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെടുകയാണ്. സകല ആൾക്കാരും ഇന്നോവ ക്രിസ്റ്റയിൽ കുറഞ്ഞ വണ്ടിയിൽ പോകുന്ന ഒരു രാഷ്ട്രീയക്കാരനെയും കാണാൻ പറ്റില്ല. മണ്ഡലതലം മുതൽ മുകളിലേക്ക് എല്ലാവർക്കും ഇന്നോവ ക്രിസ്റ്റ എങ്കിലും ഉണ്ട്. ബാക്കിയുള്ള കാറുകളുടെ പേര് പോലും എനിക്കറിയില്ല, എന്തൊക്കെയോ വലിയ വലിയ കാറുകളാണ്. നോ കണക്ഷൻ വിത്ത് ഓർഡിനറി പീപ്പിൾ. അത് നഷ്ടപ്പെടുമ്പോഴാണ് ഇതുപോലത്തെ ഈ ബുദ്ധിയൊക്കെ വരുന്നത്. അതെ. പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല, ഓരോ ഗിമ്മിക്ക് കളിക്കുക. ഇപ്പോഴും നടക്കുന്നില്ല. ഈ ബഹളമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ലോക കേരള സഭ എന്ന് പറയുന്ന നാടകം നടത്തിയില്ലേ? അതിൽ പോകാതിരിക്കാനുള്ള ഒരു മര്യാദ 3 പേര് കാണിച്ചു. യൂസഫ് അലി, ആസാദ് മൂപ്പൻ, പിന്നെ രവിപിള്ള. പോകാതിരിക്കാൻ ഒരു മര്യാദ കാണിച്ചു അവർ. ബാക്കിയുള്ളവരെല്ലാം അവിടെ പോയിട്ട് ശാപ്പാടിച്ച് എന്ത് കാര്യം? അവിടെ അനുശോചന പ്രമേയം പാസ്സാക്കുന്നു, കേന്ദ്രം ചെയ്ത് ശരിയല്ല എന്ന് പ്രസംഗിക്കുന്നു. പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചു. പാലസ്തീന് ഐക്യദാർഢ്യം. ഈ യൂസ്ലെസ്. കാരണം ഇതിങ്ങനെ ഈ സുഖസമ്പൽ സമൃദ്ധി ശീലിച്ചു പോയി. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഒരു തിരിച്ചു വരവില്ല. ഏതായാലും പേര് മാറിയതോടെ പട്ടികജാതിക്കാരൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. അല്ല, അത് വാസ്തവത്തിലുണ്ടല്ല. ഞാൻ ഈ രാധാകൃഷ്ണനെ പോലും കുറ്റം പറയില്ല. ഇറ്റ് ഈസ് ഓൾ ഫെഡ് ബൈ സം സെക്രട്ടറീസ്. രാധാകൃഷ്ണൻ ഒരു പാവം മനുഷ്യനാണ്. ആ സാറേ ഇങ്ങനെയാണ്, അത് കോളനി എന്ന് പറഞ്ഞാൽ കോളനികൾ. സാറ് പോകുന്നതിന്
പോകുന്നതിന് മുമ്പ് ഒപ്പിട്ട ചരിത്രമാണ്. അത് ഒരു പത്രവാർത്ത ആയിക്കോളും. എന്നാൽ പിന്നെ ശരി ആയിക്കോട്ടെ. പക്ഷേ ഇത് നമുക്കെല്ലാം ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ മനുഷ്യർ അവരുടെ സ്ഥലപ്പേരിന് എന്ത് പേര് നിങ്ങൾ മാറ്റി എന്നുള്ളതൊന്നും അധികാരം ആലോചിക്കുന്നില്ല. ഇപ്പോൾ ഈ നഗർ ഉന്നതി പ്രകൃതി എന്നൊക്കെ ആക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വഷളാകും ആ പേര് എന്നുള്ളതല്ലാതെ പ്രയോജനം ഉണ്ടാവില്ല. പക്ഷേ നാട്ടുകാർ എന്ത് ചെയ്യും? സർക്കാർ പേര് മാറ്റിക്കഴിഞ്ഞാൽ, സർക്കാർ തന്ന വീടാണ്, അതിൻ്റെയും ആ കോളനിയുടെയും പേര് സർക്കാർ മാറ്റിക്കഴിഞ്ഞാൽ നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെ, അങ്ങനെ നിൽക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.